നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. അതിലേക്ക് നമ്മളൊരു 3 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് റൗണ്ടിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു കുറച്ച് നാളികേരം, ഒരു അരമുറി നാളികേരം നമ്മളതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിത്തിരി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, എരിവ് അധികം ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നേരിയ തീ കിടന്ന് നന്നായിട്ട് വടി വരും. വെള്ളമൊന്നും ഒഴിക്കില്ല, ചെറിയ തീയിലായിരിക്കണം വാടേണ്ടത്. നേരിയ തീ കിടന്ന് ആവശ്യത്തിന് പോരെങ്കിലും ഇപ്പോൾ വേണമെങ്കിൽ ഇടാം. നമുക്ക് ഒന്ന് മൂടി വെക്കാം. അടക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് നേരിയ തീയിൽ കിടന്ന് വേവിക്കാം. അതിലേക്ക് ലേശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകമായാലും മതി, ലേശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.